ജില്ലയിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ദേശീയപാത മണ്ണുത്തിയിൽ വെള്ളക്കെട്ടിൽപ്പെട്ട 2 കാറുകൾ അപകടത്തിൽപ്പെട്ടു. വാടാനപ്പള്ളി മേഖലയിൽ കടലേറ്റം രൂക്ഷം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. തൃശൂരിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കൽ നടപടി തുടരുമെന്ന് കോർപ്പറേഷൻ. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി തുടരുമെന്ന് മേയർ MK വർഗീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. ചേലക്കരയിൽ K രാധാകൃഷ്ണൻ MPയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോക്സോ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് 37 വർഷം തടവും 5 ലക്ഷം പിഴയും ശിക്ഷ. ചാവക്കാട് അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കുമ്പളങ്ങാട് ബിജു വധക്കേസിൽ 8 BJP പ്രവർത്തകരെ തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി കൃഷിവകുപ്പ് ജില്ലയിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ കോൾഡബിൾ പദ്ധതി വൻ പരാജയത്തിലേക്ക്. 2ാം പൂനെൽ കൃഷി ഉപേക്ഷിച്ച് പാടശേഖര സമിതികൾ. കടൽ മത്സ്യം കഴിച്ചാൽ മാരക രോഗങ്ങൾ വരുമെന്ന് പ്രചരണം. ഉപജീവന മാർഗം വഴിമുട്ടി മത്സ്യമേഖല. നെല്ലായിൽ അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് മോഷണം. പണവും സ്വർണം നഷ്ടപ്പെട്ടു. മോഷ്ടാക്കൾ CCTV ക്യാമറയും കേടുവരുത്തി. നമസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും. വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് തൃശൂർ ജില്ലയിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള തീരദേശ മേഖലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന വെള്ളക്കെട്ട് മൂലം മണ്ണുത്തി ദേശീയപാത അപകടക്കെണിയാകുന്നു. വെള്ളക്കെട്ടിൽ നിയന്ത്രണം വിട്ട 2 കാറുകൾ അപകടത്തിൽപ്പെട്ടു. മണ്ണുത്തി മേൽപ്പാലത്തിലുണ്ടായ അപകടത്തിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലെ അയൺ ക്രാഷ് ബാരിയറിൽ ഇടിച്ചു മറിഞ്ഞു. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എറണാകുളത്ത് നിന്ന് ട്രിച്ചിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളം സ്വദേശികളായ നിസാമുദ്ദീൻ, സുഹൃത്ത് കൈസിന്റെ പിതാവ് അൻവർ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. തോട്ടപ്പടിയിൽ വെള്ളക്കെട്ടിൽപ്പെട്ട കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് റോഡിന് കുറുകെ നിന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പട്ടിക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മഴ കനത്തതോടെ ദേശീയപാതയിലെ മുരിങ്ങൂർ കൊരട്ടി പ്രദേശത്തെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി. ചാലക്കുടിയിൽ നിന്നും കൊരട്ടിയിലെത്താൻ ഇപ്പോൾ 1 മണിക്കൂറിലധികം സമയമെടുക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ മണ്ണ് മഴയിൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങിയത് യാത്രാ ദുരിതം കൂട്ടിയിരിക്കുകയാണ്. ഇതുമൂലം വാഹനങ്ങൾക്ക് വളരെ മെല്ലെ മാത്രമേ സഞ്ചരിക്കാനാകുന്നുള്ളൂ. ചെറുവാഹനങ്ങളും ബൈക്കുകളും മറ്റും പഞ്ചായത്ത് റോഡുകളിലൂടെ തിരിച്ചുവിടുന്നുണ്ടെങ്കിലും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് എപ്പോഴും ദേശീയപാതയിൽ കുടുങ്ങിക്കിടക്കുന്നത്. പലയിടത്തും നിയന്ത്രണത്തിന് പോലീസ് എത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രശ്നപരിഹാരമാകുന്നില്ല. ബദൽ സംവിധാനമെന്ന നിലയിൽ തിരിച്ചുവിടുന്ന 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് മൂലം പഞ്ചായത്ത് റോഡുകളും തകർന്നു തുടങ്ങി. മഴ വീണ്ടും ശക്തമാകുമെന്നിരിക്കെ ദേശീയപാതയിലെ ഗതാഗതം കീറാമുട്ടിയാവുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിൽ നടക്കാനും ഇടയില്ല. സംഘടനകൾ പലതും ഇതിനെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. TCV ചാലക്കുടി. മഴ കനത്തതോടെ ചെളിക്കുളമായി പുത്തൂർ മേത്തുള്ളി റോഡ്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വലഞ്ഞ് യാത്രക്കാർ. മഴ കനത്തതോടെ ഇത് റോഡോ അതോ തോടോ എന്ന് തിരിച്ചറിയാനാകാത്ത സ്ഥിതിയാണ്. പുത്തൂർ മേത്തുള്ളി റോഡിനാണ് ഈ ദുരവസ്ഥ. വർഷങ്ങളായി റോഡ് ഈ അവസ്ഥയിൽ തകർന്നു കിടക്കുന്നത്. മഴയായി കഴിഞ്ഞ ഒരാൾക്ക് നടക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് കുറച്ച് നീങ്ങിയ ഈ അറ്റം വരെ ആട്ടുപാലം വരെ ഈ അവസ്ഥ തന്നെയാണ്. ഒരുപാട് വീടുകളുള്ളതാണ്. ഒരു 10-18 വർഷം മുന്നേ ഈ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം പഞ്ചായത്തിൽ ഒരു ധർണ നടത്തിയതിന് ഫലമായിട്ടാണ് ഇവിടെ റോഡ് ഉണ്ടായത്. അതിനുശേഷം മെയിൻ്റനൻസ് വർക്കുകളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോട്ടിലൂടെ യാത്ര ചെയ്യാനായിട്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥയാണ് ഈ നമ്മുടെ പിറകിൽ കാണുന്ന റോഡ്. നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. വണ്ടിയിൽ പോണവർ വീണിട്ടുള്ള അവസ്ഥ. പുത്തൂരിൽ നിന്ന് പുഴമ്പള്ളത്തേക്കും മരുത്താക്കരയിലേക്കും പോകുന്ന എളുപ്പമാർഗമാണ് ഈ റോഡ്. റോഡ് ചെളിക്കുളമായി മാറിയതോടെ ജനത്തിന് സാഹസിക യാത്ര പുറത്തെടുക്കേണ്ട സ്ഥിതിയാണ്. ഇവിടെ കാണുന്ന പോലില്ല. ഇവിടുന്ന് 1 കിലോമീറ്ററോളം വഴി ഭയങ്കര മോശമാണ്. സൈഡുകളൊക്കെ ഇടിഞ്ഞ് ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ വരാൻ പറ്റില്ല.
പിന്നെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ പോണതാണ്. ഇവിടെയാണ് ബസ് വന്ന് നിർത്തുക. ഇതാണ് ബസ് സ്റ്റോപ്പ്. വർഷകാലം ഇപ്പം മഴ തുടങ്ങിയിട്ടല്ലോ ഉള്ളൂ. ഇപ്പം തന്നെ ഇങ്ങനെയായി. അപ്പോൾ ഇനിയുള്ള കാലം ഒരു വർഷകാലം എങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ജനങ്ങൾ കഴിഞ്ഞു പോകാന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഈ റോഡ് ഇപ്പോൾ 9 വർഷത്തോളമായിട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ജനങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരെ അവർ സ്റ്റാൻഡിൽ നിന്നും ഇവിടേക്കാന്ന് പറഞ്ഞാൽ അവർ പിന്നെ വരില്ല. കുണ്ടും കുഴിയും അറിയാത്തതിനാൽ തന്നെ അപകടങ്ങളും തുടർക്കഥയാണ്. ഭിന്നശേഷിക്കാരിയായ MG ഇന്ദുവിന് ഉണ്ടായ ദുരനുഭവം കേൾക്കാം. അപ്പോൾ ഈ വഴിയിൽ ഒരു 3-4 തവണ എനിക്ക് പോകേണ്ടി വരും. ഞാൻ മൃഗാശുപത്രിയിലാണ് എനിക്ക് ജോലി. ആദ്യത്തെ ദിവസം എൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ അന്ന് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യണ ദിവസം ഞാൻ ഈ കുഴിയുടെ നടുവിൽ പെട്ടു. എനിക്കാണെങ്കിൽ ഈ കാല് നിലത്ത് കുത്താൻ പറ്റില്ല. അന്ന് എന്നിട്ട് 8:30 ജോയിൻ ചെയ്യണം. ഞാൻ അന്ന് 8:45 കഴിഞ്ഞു. 9 മണി ആവാറായി ഞാൻ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ. ഈ വണ്ടി എന്നുവെച്ചാൽ നടുവിലത്തെ ടയർ അടിയിലേക്ക് ചെളിയിലേക്ക് താന്നു പോയി. മിക്ക ദിവസവും വണ്ടി നടുവിലെത്തുമ്പോൾ ഇങ്ങനെയല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു 2 മഴ പെയ്തപ്പോൾ ഇതിനെക്കാട്ടും വെള്ളം ഓവറായിട്ട് കൂടും. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു കുട്ടിയുടെ വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു, സഡനായിട്ട് തട്ടിയിട്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു വഴിക്ക് എനിക്ക് പോയി ജോലി ചെയ്യാനൊരു മാർഗമാക്കി തരണം. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പേ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കുണ്ടും കുഴിയുമായി ചെളിക്കുളമായി കിടക്കുകയാണ് ഈ റോഡ്. ഇത്രമാത്രം ദുരിതത്തിലാണ് ജനങ്ങൾ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം സൈകേഷ് വളാൻകിര, TCV ന്യൂസ്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രൊഫഷണൽ കോളേജുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, അങ്കണവാടികൾ, നഴ്സറികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. വാടാനപ്പള്ളി മേഖലയിൽ കടലേറ്റം രൂക്ഷം. വീടുകൾ തകർച്ചാ ഭീഷണിയിലായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. വാടാനപ്പള്ളി ബീച്ചിലും പൊക്കാഞ്ചേരിയിലുമാണ് കടലേറ്റം രൂക്ഷമായത്. സൈനുദ്ദീൻ നഗറിൽ ആൾതാമസമുള്ള 2 വീടുകൾ ഭാഗികമായി തകർന്നു. മറ്റു പ്രദേശങ്ങളിലും നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. ഇവിടത്തെ സീവാൾ റോഡ് പലയിടത്തും ഇല്ലാതായി. വർഷങ്ങളായി ഈ ഭാഗത്ത് കടലേറ്റം ശക്തമാണ്. തിരമാലകൾ തീരം കവർന്നെടുക്കുന്നു. വലിയ തിരമാലകൾക്കൊപ്പം ചെളിയും മണ്ണും വെള്ളവും വീടുകളിലേക്ക് കയറുന്നു. നിരവധി തെങ്ങുകൾ കടലെടുത്തുപോയി. ഇനിയുള്ളവ ഏതു നിമിഷവും നിലം പൊത്താവുന്ന സ്ഥിതിയിലാണ്. കടലേറ്റം ശക്തമായതു മുതൽ 1 കിലോമീറ്ററോളം കര കടലെടുത്തു പോയതായി നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, തൃപ്രയാർ. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. സ്വർണ്ണവിലയിൽ ടെൻഷൻ വേണ്ടാട്ടോ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉണ്ട്. കല്യാണം ഇനി ഡബിൾ ധമാക്കയിൽ. മനസ്സിലായില്ലേ? അവിടുത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇരട്ട ലാഭാണ്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. 25% മുതൽ 100% വരെ പണിക്കൂലിയിൽ ഇളവ് നേടാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കനത്ത മഴയിൽ കടപുഴകിയ മരം ഒഴുകിയെത്തി പെരിങ്ങാവ് പാലത്തിനടിയിൽ കുടുങ്ങി. മരത്തിന്റെ ചില്ലകൾ പാലത്തിന് മുകളിലേക്ക് നീണ്ടുനിന്നത് ഗതാഗത തടസ്സത്തിനിടയാക്കി. ഫയർഫോഴ്സ് എത്തി ക്രെയിൻ ഉപയോഗിച്ച് തോട്ടിൽ നിന്ന് മരച്ചില്ലകൾ നീക്കം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി, വിയൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തൃശൂരിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കൽ നടപടി തുടരുമെന്ന് കോർപ്പറേഷൻ.
ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി തുടരുമെന്ന് മേയർ MK വർഗീസ്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ളത് കാലാവധി കഴിഞ്ഞ അപകടാവസ്ഥയിലുള്ള 271 കെട്ടിടങ്ങൾ. ഈ 271 കെട്ടിട ഉടമകൾക്ക് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇവരാരും ഇതിന് തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ പിറകിലുള്ള ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം താഴേക്ക് വീണപ്പോൾ ഒടുവിൽ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം കോർപ്പറേഷൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി. ഇന്നലെ രാത്രി തുടങ്ങിയ ആ യജ്ഞം പുലർച്ചെയാണ് അവസാനിച്ചത്. മുഴുവൻ സമയവും മേയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അടുത്ത ഘട്ടം എങ്ങനെയാണ്? നമുക്കറിയാം, തൃശ്ശൂർ പട്ടണത്തിനകത്ത് സ്വരാജ് റൗണ്ടും അതിന് പരിസരത്തുള്ള കെട്ടിടങ്ങളൊക്കെ ഏകദേശം ശക്തൻ തമ്പുരാൻ്റെ പഴക്കമുള്ളതാണ്. ഇത് ഓരോ വർഷവും തൃശ്ശൂർ പൂരം വരുമ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയും നാളെ ഇതുവരെ ഇത്രയും കാലഘട്ടമായിട്ടും ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനും അതിന് സ്റ്റെബിലിറ്റി നൽകുന്നതിനും തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും കർശനമായ നടപടിയിലേക്ക് കോർപ്പറേഷൻ നീങ്ങുന്നത്. അടുത്ത ഘട്ടം എങ്ങനെയാണ്? അടുത്ത ഘട്ടം നമുക്കറിയാം, 271 ബിൽഡിങ്ങുകളുണ്ട്. അതിനകത്ത് 144 ബിൽഡിങ്ങുകളുടെ തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ 3 ഘട്ടങ്ങളായും തിരിക്കാൻ പോവുക. ഏറ്റവും അപകടകരമായി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട്. അടിയന്തരമായി അതും നമ്മൾ ഡിസാസ്റ്ററിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി തന്നെ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. കെട്ടിട ഉടമകൾ ഒരിക്കലും തയ്യാറാവുന്നില്ല. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം കോർപ്പറേഷൻ തന്നെ രംഗത്തിറങ്ങേണ്ട അവസ്ഥയാണ്. അതെ, നേരിട്ട് ഇറങ്ങേണ്ടി വരുന്നു. കാരണം കെട്ടിട ഉടമകൾക്ക് പല പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ടും യാതൊരു നടപടിയും അവർ ചെയ്യാൻ തയ്യാറില്ലാത്ത സാഹചര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം ഈ ബിൽഡിങ്ങിൽ നിന്നും ഒരു പ്രാവശ്യം ഇതുപോലെ ഗ്ലാസ് പൊട്ടി വീണ് അപകടമുണ്ടായി. അവർക്കും കടലാസ് കൊടുത്തു. അതുപോലെ തന്നെ പരിസരത്തുള്ള എല്ലാവർക്കും കൊടുത്തിട്ടും അവർ കോർപ്പറേഷൻ ഇതും ഒന്നും ചെയ്യാനുള്ള കഴിവില്ല എന്നും വെല്ലുവിളിക്കുന്നതുകൊണ്ട് ഇതേ സമയം തന്നെ കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ ലിസ്റ്റിലുണ്ട്. അതിലേക്കുള്ള നീക്കം നമ്മൾ അതുപോലെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സ്വന്തമായ ബിൽഡിങ്ങുകളുണ്ടോ അതിനകത്താണ് ആദ്യമായി തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ കേടുപാടുകളുണ്ടെങ്കിൽ അതിൻ്റെ നടപടി ഉണ്ടാവണം. ഒപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഒരു ട്രസ് അങ്ങനെ പറന്നുപോയി. അപ്പോൾ ആ പറന്നുപോയതെക്കുറിച്ച് അന്വേഷണത്തിന് വെച്ചിട്ടുണ്ട്. അടിയന്തരമായി അത് വിജിലൻസിൽ കൊടുക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. തീർച്ചയായും വിട്ടുവീഴ്ചയില്ലാതെ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കോർപ്പറേഷൻ മേയർ MK വർഗീസ് നമ്മളോട് പറയുന്നത്. കാരണം അതീവ അപകടാവസ്ഥയിലുള്ള ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട്. അപകടം വന്ന് മരണം സംഭവിക്കുമ്പോൾ മാത്രമല്ല കണ്ണു തുറക്കേണ്ടത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയായി നടപടി ആരംഭിച്ചിരിക്കുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ED പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ ജനപ്രതിനിധികൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കരയിലേക്ക് രാധാകൃഷ്ണൻ MPയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നതോടെ പോലീസ് 2 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ മാർച്ച് AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി വൈശാഖ് വേണുഗോപാൽ, ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, CC ശ്രീകുമാർ, KB ശശികുമാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പണം നിക്ഷേപം നടത്തിയ സഹകാരികൾക്ക് നിക്ഷേപ തുക തിരികെ നൽകുക, CPM ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുക, MP K രാധാകൃഷ്ണൻ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. BJP മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷയായിരുന്നു. കൃപേഷ് ചെമ്മണ്ട, ഷൈജു കുറ്റിക്കാട്ട്, സന്തോഷ് ചെറാക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. പോക്സോ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് 37 വർഷം തടവും 5 ലക്ഷം പിഴയും ശിക്ഷ. ചാവക്കാട് അതിവേഗ കോടതിയുടേതാണ് വിധി. 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മദ്രസയിൽ വെച്ച് ലൈംഗിക പീഡനം നടത്തിയ കേസിലാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ മദ്രസ അധ്യാപകനുമായ ഷെരീഫ് ചിറക്കലിനെ 37 വർഷ കഠിന തടവിനും 5 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 4 വർഷവും 2 മാസവും കൂടി അധിക തടവ് അനുഭവിക്കണം. 2022 ജൂലൈ മുതൽ 2023 ആഗസ്റ്റ് 28 വരെയുള്ള കാലഘട്ടത്തിൽ പലതവണ മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി.
കുമ്പളങ്ങാട് CPM പ്രവർത്തകൻ ബിജു വധക്കേസിൽ 8 BJP പ്രവർത്തകരെ തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. പ്രതികളായ ജയേഷ്, സുമേഷ്, ജോൺസൺ, സെബാസ്റ്റ്യൻ, ബിജു, സജീഷ്, സുനീഷ്, സതീഷ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 2019 മെയ് 16-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബിജുവിനൊപ്പം CITU ചുമട്ടുതൊഴിലാളിയായിരുന്ന ജിനീഷിനും വെട്ടേറ്റിരുന്നു. 6ാം പ്രതിയായ രവി കേസ് നടന്നുകൊണ്ടിരിക്കെ മരിച്ചിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KD ബാബു കോടതിയിൽ ഹാജരായി. ബിജു മർഡർ കേസിലെ എല്ലാ പ്രതികളെയും ബഹുമാനപ്പെട്ട കോടതി കൊലപാതകത്തിന് കുറ്റം ചെയ്തതായി കണ്ടെത്തി. കുമ്പളങ്ങാട് വായനശാലയുടെ മുൻവശം വെച്ച് DYFI പ്രവർത്തകരുമായി സംസാരിച്ച് നിൽക്കുകയായിരുന്ന ബിജുവിനെ പ്രതികളെല്ലാവരും ചേർന്ന് രാഷ്ട്രീയ വിരോധം വെച്ച് വെട്ടി കൊലപ്പെടുത്തി എന്നാണ് കേസിലെ ആരോപണം. ബിജുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരനായിട്ടുള്ള ഈ കേസിലെ 1ാം സാക്ഷിയെയും വെട്ടി പരിക്കേൽപ്പിച്ചു. കോടതി എല്ലാവരും കുറ്റക്കാരാണെന്ന് കണ്ടു. മരിച്ച ബിജുവിൻ്റെ വീട്ടുകാർക്കും പാർട്ടിക്കാർക്കും ഒക്കെ നീതി കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാ പ്രതികളെയും കുറ്റക്കാരെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് കോടതി ആ രീതിയിൽ അതിനെ കണക്കാക്കി ഗൗരവത്തിലെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യവുമായി കൃഷിവകുപ്പ് ജില്ലയിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ കോൾ ഡബിൾ പദ്ധതി വൻ പരാജയത്തിലേക്ക്. 2ാം പൂ നെൽകൃഷി ഉപേക്ഷിച്ച് പാടശേഖര സമിതികൾ. കാലാവസ്ഥാ വ്യതിയാനവും ജലമൊഴുക്ക് നിയന്ത്രിക്കാനായി പുഴയിൽ നിന്ന് ഇറിഗേഷൻ തോടുകളിലേക്കായി സ്ഥാപിക്കുന്ന റെഗുലേറ്ററുകളുടെ കാര്യക്ഷമതയില്ലായ്മയുമാണ് 2ാം പൂ നെൽകൃഷി നടത്താനാകാത്ത സ്ഥിതിയിലെത്തിച്ചിരിക്കുന്നത്. ചിങ്ങമാസത്തിൽ നടത്തേണ്ട കൃഷിയിറക്കൽ മഴ ഒഴിയാത്ത സാഹചര്യത്തിൽ 2 മാസത്തോളം വൈകിയാണ് നടത്താനാവുന്നത്. നെൽച്ചെടികളെ ബാധിക്കുന്ന കേട്, കടുത്ത ചൂട് തുടങ്ങിയ കാരണങ്ങളാൽ 1ാം പൂ കൃഷി തന്നെ നഷ്ടത്തിൽ കലാശിക്കുന്നത് പതിവായിക്കൊണ്ടിരിക്കുമ്പോൾ 2ാം പൂ കൃഷിയിലെ കനത്ത നഷ്ടം കർഷകരെ കടക്കെണിയിലാഴ്ത്തുകയാണ്. കൃഷിവകുപ്പിന്റെയും മറ്റും നിർബന്ധത്തിന് വഴങ്ങിയാണ് പാടശേഖര സമിതികൾ പലപ്പോഴും 2ാം പൂ നെൽകൃഷി നടത്തുന്നത്. നഷ്ടത്തിൽ നിന്ന് കരകയറ്റാനായി കൃഷിവകുപ്പ് 2ാം പൂ കൃഷി ചെയ്യുന്ന കർഷകർക്ക് നൽകാമെന്ന് പ്രഖ്യാപിച്ച ഹെക്ടറിന് 20,000 രൂപയുടെ സഹായധനം 2 വർഷമായി നൽകാൻ കഴിയാതിരുന്നതും കർഷകർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. 3000-ഓളം ഹെക്ടർ പാടത്ത് നടത്തിയിരുന്ന കോൾ ഡബിൾ പദ്ധതി ഓരോ വർഷവും കുറഞ്ഞുകൊന്ന് ഇത്തവണ 1-2 പാടശേഖരങ്ങളിലായി ചുരുങ്ങുകയായിരുന്നു. വിളവെടുത്താൽ കൊയ്ത്തുകൂലി പോലും കിട്ടില്ലെന്ന സാഹചര്യത്തിൽ ആ പടവുകളിലും കൊയ്ത്തുപേക്ഷിക്കുകയായിരുന്നു കർഷകർ. മാത്രമല്ല ഇനി 2ാം പൂ നെൽകൃഷി ചെയ്യേണ്ടെന്ന തീരുമാനത്തിലും കർഷകർ എത്തിക്കഴിഞ്ഞു. തൃശ്ശൂർ കോൾനിലങ്ങളിൽ 3000 ഹെക്ടർ വരെ ചെയ്തിരുന്ന ഒരു സമയം അത് പിന്നീട് ഒരു 1000 ഹെക്ടറിലേക്ക് കുറഞ്ഞു. ഇന്ന് കുറഞ്ഞ് അത് 100 ഹെക്ടറിൽ താഴെ മാത്രം കൃഷി ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഗവൺമെൻറ് പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യമെടുത്ത് പദ്ധതി തയ്യാറാക്കിയാൽ മാത്രമാണ് ഡബിൾ പോൾ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ചിങ്ങമാസത്തിൽ കൃഷി ഇറക്കിയാൽ മാത്രമാണ് നമുക്ക് 2 പൂ കൃഷി ചെയ്യാനായിട്ട് കഴിയുക. പക്ഷേ ചിങ്ങമാസത്തിൽ ഇപ്പോൾ മഴയാണ്, സെപ്റ്റംബർ വരെ നല്ല മഴയാണ്. അപ്പോൾ ഒക്ടോബർ നവംബറിൽ കൃഷി ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2 പൂ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ബലത്തിൽ ഡബിൾ കോൾ പദ്ധതി ഒരു പരാജയത്തിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ചില കോൾ പടവുകളുടെ പ്രത്യേകതകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പടവുകളുണ്ട്. ആ പടവുകൾക്ക് അർഹമായിട്ടുള്ള സർക്കാരിൻ്റെ ആനുകൂല്യം, ഡബിൾ കോളിൻ്റെ ഹെക്ടറിന് 20,000 രൂപയുടെ ആനുകൂല്യം അനുവദിച്ചു കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോഴത്തേതുപോലെ ജലസേചന സൗകര്യങ്ങളോ യന്ത്ര സംവിധാനങ്ങളോ ഇല്ലാതിരുന്നിട്ട് കൂടി 4 ദശാബ്ദം മുൻപ് 2ാം പൂ നെൽകൃഷി സുഗമമായി നടത്തിയിരുന്നുവെന്ന വസ്തുത മനസ്സിലാക്കി കൃഷിവകുപ്പ് ശരിയായ പഠനം നടത്താൻ തയ്യാറാവുകയാണെങ്കിൽ കോൾ ഡബിൾ പദ്ധതി വിജയിപ്പിക്കാനാകുമെന്ന് തന്നെയാണ് കർഷകരുടെ പ്രതീക്ഷ. TCV ന്യൂസ്, തൃശൂർ. കടൽ മത്സ്യം കഴിച്ചാൽ മാരക രോഗങ്ങൾ വരുമെന്ന് പ്രചരണം. ഉപജീവന മാർഗം വഴിമുട്ടി മത്സ്യമേഖല. ഒരു 10-25 വർഷത്തോളമായിട്ട് മത്സ്യമേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. നമ്മളിതിപ്പോൾ ഈ ഇത്രയും കാലത്തിൻ്റെ ഒരു ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് കച്ചവടത്തിന് ഇത്രയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരു 3 ദിവസമായിട്ട് കച്ചവടം നേർപകുതിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവിടുന്ന് ഒന്നും വരുന്നാത്തതുകൊണ്ട് ആൾക്കാർ ഭയങ്കര ഭയചിത്തരായിട്ടിരിക്കുകയാണ്. എല്ലാ മീൻ വിൽപ്പനക്കാരെയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണിത്. മീൻ കച്ചവടം പകുതിയിലധികം താഴ്ന്നിരിക്കുന്നു. മീൻ കഴിച്ചാൽ ക്യാൻസർ വരും എന്നുള്ളതാണ് പ്രചരണം. മറ്റൊന്നുമല്ല,
കപ്പൽ കടലിൽ മറിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന രാസവസ്തുക്കൾ മീനിലേക്ക് എത്തുകയും ആ മീൻ കഴിച്ചാൽ അസുഖം വരും എന്നുള്ള രീതിയിലാണ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് മീൻ വാങ്ങാതായിരിക്കുന്നു. മീൻ കച്ചവടക്കാരുടെ ഉപജീവന മാർഗം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഈ സമയം പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് നമ്മോടൊപ്പം ചേരുകയാണ്. ഷിഹാബ് തന്നെ ഇതിനെക്കുറിച്ച് പറയും. മത്സ്യം പിടിച്ചെടുക്കുന്ന പ്രദേശത്തുണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി ഈ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് കടലിൽ കുറേ അധികം കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നുണ്ടെന്നും അതിൽ തന്നെ 13ഓളം വരുന്ന കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളുണ്ടെന്നും ആ രാസവസ്തുക്കൾ മീനിലേക്ക് വന്ന് ചേരാനും അതിനോടനുബന്ധിച്ച് ഈ മീൻ കഴിക്കുന്ന മനുഷ്യരിലേക്ക് വലിയ ഇതിൽ വാസ്തവം എന്താണ്? ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിന് ആധികാരികമായിട്ട് അറിയിപ്പ് കൊടുക്കേണ്ട കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI ഉൾപ്പെടെയുള്ള വളരെ ഉത്തരവാദപ്പെട്ടവരും ഗഹനമായിട്ട് ഈ വിഷയത്തിൽ പഠനം നടത്തിയ ഏജൻസികളൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കേരളത്തിനകത്ത് ആദ്യം ഇത് തുടങ്ങിയത് ചില ഓൺലൈൻ ചാനലുകളും പിന്നീടത് മുഖ്യധാരാ മാധ്യമങ്ങളിൽപ്പെട്ട ഒറ്റപ്പെട്ട മാധ്യമങ്ങളും ഇത് വലിയ രീതിയിൽ പ്രചരണം കൊടുത്തിരുന്നു. ഇതിപ്പോൾ മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധമായി നിൽക്കുന്ന മേഖലയിൽ അനുബന്ധമായി നിൽക്കുന്ന തൊഴിലാളികളെയും വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചേക്കാം. ശരി, ഈ രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. അതായത് ഈ രാസവസ്തുക്കൾ കടലിൽ കലർന്നുവെന്നും ഈ മത്സ്യം കഴിച്ചാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരുമെന്നുള്ള രീതിയിലുള്ള പ്രചരണം മൂലം ധാരാളം ആളുകൾ മത്സ്യം വാങ്ങാതായിരിക്കുന്നു. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗമായി മുന്നോട്ട് പോകുന്നവരുടെ ഉപജീവനം തന്നെ വഴിമുട്ടിയ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് മത്സ്യമേഖലയിലുള്ളവരുടെ ആവശ്യം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടറിനോടൊപ്പം മുകേഷ് ലാൽ. നെല്ലായിയിൽ അടച്ചിട്ട വീടുകൾ കുത്തി തുറന്നു മോഷണം നടത്തി. പണവും 4 ഗ്രാമോളം സ്വർണവും നഷ്ടപ്പെട്ടു. നെല്ലായി വയലൂർ റോഡിലുള്ള 3 വീടുകളിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത്. ഒരു വീട്ടിലുണ്ടായിരുന്ന CCTV ക്യാമറകൾ കേടുവരുത്തിയ മോഷ്ടാക്കൾ വീടിനുള്ളിൽ നിന്ന് CCTVയുടെ DVRും കവർന്നിട്ടുണ്ട്. നെല്ലായിലെ കാക്കനാട്ട് ശ്രീഹരി, തൃക്കാശ്ശേരി ഭാർഗവി രാധാകൃഷ്ണൻ, പൊറ്റേക്കാട്ടിൽ സജീവൻ എന്നിവരുടെ വീടുകളായിരുന്നു മോഷണം. ശ്രീഹരിയും കുടുംബവും വിദേശത്തായതിനാൽ പൂട്ടിക്കിടന്ന വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അയൽവാസികളാണ് അമ്മയെ വിവരമറിയിച്ചത്. ഇവർ വന്നു നോക്കിയപ്പോഴാണ് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത മോഷ്ടാക്കൾ അകത്ത് കടന്നതായി കണ്ടെത്തിയത്. മറ്റേ വീട്ടിലത്തെ ആൾക്കാർ കണ്ട് പറയുകയും ചെയ്തു, വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് നോക്കി. ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു, വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വാതിലൊക്കെ തല്ലി പിടിച്ചു. ഉള്ളിൽ മറിയത്തെ സാധനങ്ങളൊക്കെ വലിച്ചു കയറി പുറത്തിട്ടുണ്ട്. ക്യാമറയും ഉള്ളിലത്തെ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പോയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള തൃക്കാശ്ശേരി രാധാകൃഷ്ണന്റെ വീട്ടിലും മോഷണം നടന്നു. മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നവർ കിടപ്പുമുറിയിലെ അലമാരയിൽ വെച്ചിരുന്ന 20,000-ഓളം രൂപയും 2 ഗ്രാമിന്റെ സ്വർണ്ണ കമ്മലും കവർന്നു. വാതിലൊക്കെ കുറച്ച് ലോക്ക് ഇതാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കമ്മൽ മാത്രമേ ഉണ്ടായുള്ളൂ. അതുണ്ടായിരുന്നു. കുറച്ച് പൈസ ഒരു 20,000 ഉണ്ടായിരിക്കും. ആ പൈസയും പോയി. പിന്നെ കുറച്ച് മുക്കുപണ്ടന്മാരുടെ കമ്മലുകൾ, മറ്റേ ഫാൻസി കമ്മലുകൾ, ചെയിനൊക്കെ ഉണ്ടായിരുന്നു. അതും എല്ലാം എടുത്തിട്ട് പോയി. ഗൃഹനാഥൻ രാധാകൃഷ്ണൻ ഈയിടെ മരിച്ച ശേഷം ഭാര്യ ഭാർഗവി മാത്രമാണ് വീട്ടിൽ താമസം. മോഷണം നടന്ന സമയത്ത് ഇവർ ചെന്നൈയിലുള്ള മകളുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. മോഷണ വിവരമറിഞ്ഞ് ഇവർ നാട്ടിലെത്തിയിട്ടുണ്ട്. സമീപത്തുള്ള പൊറ്റേക്കാട്ടിൽ സജീവന്റെ വീട്ടിൽ നിന്ന് ഇതേ രാത്രി 2 ഗ്രാമോളം വരുന്ന കമ്മൽ മോഷ്ടിക്കപ്പെട്ടു. കൊടകര പോലീസും വിരലടയാള വിദഗ്ധരും മോഷണം നടന്ന വീടുകളിലെത്തി അന്വേഷണം നടത്തി. TCV ന്യൂസ്, കൊടകര. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂരിലെ ഫാം ഫഡ് തട്ടിപ്പ് കേസിൽ പരാതികളുടെ എണ്ണം 34ആയി.
ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ 9 പരാതികളാണ് പുതുതായി രജിസ്റ്റർ ചെയ്തത്. 11.5 കോടിയുടെ തട്ടിപ്പ് സംബന്ധിച്ച പരാതികളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ചിറ്റാട്ടുകര സ്വദേശിയിൽ നിന്ന് 93 ലക്ഷം രൂപ തട്ടിയെന്ന പരാതി തൃശൂർ വെസ്റ്റ് പോലീസിന് കൈമാറി. 56 ലക്ഷം രൂപ നഷ്ടപ്പെട്ട 3 പേരുടെ പരാതി സംയോജിപ്പിച്ച് പോലീസ് എഫ്ഐആർ തയ്യാറാക്കി. 9 കേസുകളിലായി 3 എഫ്ഐആർ ആണ് പോലീസ് ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ളത്. റിമാൻഡിൽ കഴിയുന്ന ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും കസ്റ്റഡിയിലെടുക്കുന്നതിനും പോലീസ് നടപടി തുടങ്ങി. കിഴക്കേ നടയിലെ RV ടവറിൽ പ്രവർത്തിപ്പിക്കുന്ന ഫാംഫെഡ് സ്ഥാപനം 300ഓളം പേരിൽ നിന്നായി 60 കോടിയോളം തട്ടിയെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത്. ഗുരുവായൂരിലെ ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പ് പുറത്തുവന്നതോടെ കേന്ദ്രാനുമതിയോടെ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ വിശ്വാസ്യതയിൽ ചോദ്യങ്ങൾ ഉയരുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഇരിങ്ങാലക്കുട, കുന്നംകുളം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു മൾട്ടി സ്റ്റേറ്റ് ബാങ്കും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി പരാതി ഉയർന്നിട്ടുണ്ട്. കുന്നംകുളം ACPക്ക് ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പിൽ നിലവിൽ 25 പരാതികളിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആകർഷക പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ വലയിലാക്കുന്നത്. പണം നിക്ഷേപിച്ച മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പലിശയും മുതലും നൽകാതെ മുങ്ങുകയാണ്. കേന്ദ്ര നിയമമനുസരിച്ചാണ് മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെട്ട് ആരംഭിച്ച ഇത്തരം ബാങ്കുകളുടെ തകർച്ചയെക്കുറിച്ച് ED അന്വേഷിക്കാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണം. BJPയും സുരേഷ് ഗോപിയും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകണമെന്നും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ആൽത്തറയിലിരിക്കുന്നതിനിടയിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. വാടാനപ്പള്ളി സ്വദേശി കൊണ്ടലിയൂർ വീട്ടിൽ 51 വയസ്സുള്ള മധുവാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് ആൽത്തറയിലിരിക്കുമ്പോൾ കാലിൽ പാമ്പ് കടിയേറ്റത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയാണ് മരിച്ചത്. തൃശൂർ നെഹ്റു പാർക്കിന്റെ ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നു വീണ മതിലിന്റെ ഭാഗം ഇനിയും പുനർനിർമ്മിച്ചില്ല. തൃശൂർ തേക്കിൻകാട് മൈതാനിയുടെ വടക്ക് ഭാഗത്ത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള നെഹ്റു പാർക്കിന്റെ ചുറ്റുമതിലാണ് വീണ്ടും തകർച്ചാ ഭീഷണി നേരിടുന്നത്. നടപ്പാതയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മതിലിന്റെ ഒരു ഭാഗം ഏതു നിമിഷവും റോഡിലേക്ക് തകർന്നു വീണ് അപകടമുണ്ടാകാം. ഇതിനടുത്തായി 2 ഭാഗത്ത് ചുറ്റുമതിൽ തകർന്നു വീണിട്ട് വർഷമൊന്നായെങ്കിലും ഇനിയും പുനർനിർമ്മിക്കാൻ കോർപ്പറേഷൻ ആയിട്ടില്ല. തകർന്നു കിടക്കുന്ന ഭാഗം ആരും കാണാത്ത വിധം പരസ്യ ബോർഡുകൾ വെച്ച് മറച്ചിരിക്കുകയായിരുന്നു. കാറ്റും മഴയും എത്തിയതോടെ ഈ പരസ്യ ബോർഡുകളും തകർന്നു വീണു. ഇതോടെ സാമൂഹിക വിരുദ്ധർക്ക് രാത്രികാലങ്ങളിൽ പാർക്കിനകത്ത് കടക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. തൃശൂരിന്റെ ഹൃദയഭാഗത്ത് 1959 സ്ഥാപിതമായ നെഹ്റു പാർക്കിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം. TCV തൃശൂർ. ജില്ലയിലെ പ്രധാന റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്കിലും ഗതാഗത കുരുക്കിലും ഇവയിൽ സർക്കാരിന്റെ അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് തൃശൂരിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചെമ്പുക്കാവിലെ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി A പ്രസാദ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J പല്ലൻ, നേതാക്കളായ ഉസ്മാൻ ഖാൻ, ബൈജു വർഗീസ്, ഫ്രാൻസിസ് ചാലിശ്ശേരി, CB ഗീത, കൌൺസിലർമാരായ K രാമനാഥൻ, ലാലി ജെയിംസ്, ലീല വർഗീസ്, അഡ്വക്കേറ്റ് വില്ലി, ശ്യാമള മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാലവർഷത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ മഴ ദുരിതം തുടരുന്നു. TCVയുടെ പ്രത്യേക സെഗ്മെന്റ് പ്രളയത്തിലും പഠിക്കാതെ. മുങ്ങിമരണങ്ങൾ ഏറെയുണ്ടാകുന്ന കാലമാണ് മഴക്കാലം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും. മുങ്ങിമരണങ്ങൾ സമീപനാളുകളിൽ ഏറുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകളിലും തോടുകളിലുമാണ് മരണങ്ങൾ ഏറെയും. പുഴകളിലും കടലിലുമുള്ള മരണങ്ങളും കുറവല്ല. ആകെ മുങ്ങിമരണങ്ങളിൽ 30% 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. മഴക്കാലത്താണ് മരണങ്ങൾ ഏറെയും. നീന്തലിൽ വൈദഗ്ധ്യമുള്ളവർ പോലും പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. ലഹരി ഉപയോഗിച്ച് വെള്ളത്തിലിറങ്ങിയുള്ള അപകടങ്ങളും നിരവധിയാണ്. താരതമ്യേന വെള്ളം കുറഞ്ഞയിടങ്ങളിൽ പോലും ചെളിയിൽ പുതഞ്ഞും ചുഴി, അടിയൊഴുക്ക്, പാറക്കെട്ടുകളിലെ വഴുക്കൽ എന്നിവ മൂലം അപകടമുണ്ടായേക്കാം.
വിനോദയാത്രകളിലും ബന്ധുവീടുകളിലോ സുഹൃത്തുക്കളുടെ വീടുകളിലോ സന്ദർശിക്കുമ്പോൾ ജലാശയങ്ങളിൽ ഇറങ്ങിയുണ്ടാകുന്ന മരണങ്ങളും നിരവധിയാണ്. സംസ്ഥാനത്ത് ഒരു വർഷം 1000-ലധികം പേർ മുങ്ങിമരിക്കുന്നു എന്ന് കണക്കുകൾ പറയുന്നു. TCV തൃശൂർ. CPI നേതാവും മുൻ കൃഷിവകുപ്പ് മന്ത്രിയുമായിരുന്ന VK രാജന്റെ 29ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും നടന്നു. കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ ചത്തുരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. മികച്ച പൊതുപ്രവർത്തകനുള്ള VK രാജൻ സ്മാരക പുരസ്കാരം KP രാജേന്ദ്രൻ മുൻ MLA AK ചന്ദ്രന് സമ്മാനിച്ചു. തുടരും എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് KR സുനിലിനെ ചടങ്ങിൽ ആദരിച്ചു. KG ശിവാനന്ദൻ, KV വസന്തകുമാർ, TK സുധീഷ്, VR സുനിൽകുമാർ MLA, ET ടൈസൺ MLA, CC വിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സർവകലാശാലയിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ അനുഭവങ്ങൾ ഞാൻ നേടിയെടുത്തത്. ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി സഞ്ചാരം തടസ്സപ്പെടുത്തിയുള്ള പാതയോരങ്ങളിലെ യോഗങ്ങൾ തുടരുന്നു. നടപടിയെടുക്കാതെ പോലീസും ഭരണാധികാരികളും. സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതാക്കി പാതയോരങ്ങളിൽ പൊതുയോഗങ്ങൾ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളതാണ്. അല്ലാത്തപക്ഷം ബന്ധപ്പെട്ട അധികൃതർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഇതിന് പുല്ലുവില കൽപ്പിക്കുന്ന തരത്തിലാണ് ജില്ലയിലെ തിരക്കേറിയ കേന്ദ്രങ്ങളിൽ പോലും ഇപ്പോഴും യോഗങ്ങളും മറ്റും തുടരുന്നത്. ഇതിന് ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷൻ പരിസരം. മിക്ക ദിവസങ്ങളിലും ഏതെങ്കിലും പാർട്ടിയുടെയോ സംഘടനകളുടെയോ പ്രതിഷേധ യോഗങ്ങളും മറ്റും അരങ്ങേറുന്ന ഇടമായി ഇവിടം മാറിക്കഴിഞ്ഞു. കാൽനടയാത്ര പോലും തടസ്സപ്പെടുത്തി ഫുട്പാത്ത് അടക്കം കയ്യേറിയാണ് ഇവിടെ മിക്ക യോഗങ്ങളും നടക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെയും ശുചീകരണ തൊഴിലാളികളും കോർപ്പറേഷൻ അധികാരികൾക്ക് പോലും പുറത്തേക്ക് വരാനും പോകാനും പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് മേയർ കൊടുത്ത കത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ജില്ലാ പോലീസ് മേധാവി അവർ കൊടുക്കുന്ന പെർമിഷനും അവർ തന്നെ കാവൽ നിൽക്കുന്ന പരിപാടി പൊതുജനങ്ങൾ നടക്കാൻ സാധിക്കാതെ റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരു സാഹചര്യം. കളക്ടർക്കും മേയർക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനങ്ങൾ തുടർക്കഥയുമാവുകയാണ്. മേയർ പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷന് ഇതിൽ യാതൊരു വക ഉത്തരവാദിത്വമില്ല, പോലീസാണ് നടപടി എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ നടപടി എടുക്കാത്തത്. 100-ൽ പരം കസാരകൾ കൊടുത്തിട്ട് പൊതുജനങ്ങൾക്ക് അതുവഴി ഫുട്പാത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ജില്ലാതല പോലീസ് അധികാരിയും കോർപ്പറേഷൻ മേയറും ജില്ലാ കളക്ടറും നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞാൻ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയത്. ജില്ലാ പോലീസ് മേധാവിയോട് നടപടിയെടുക്കാൻ പറഞ്ഞെങ്കിലും ഇന്നേ വരെ അതിൽ യാതൊരു വക നടപടി ഉണ്ടായിട്ടില്ല. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് തന്നെ പരാതി കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കോർപ്പറേഷൻ EMS സ്ക്വയർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വാടകയുടെയും സൗകര്യത്തിന്റെയും പേരിൽ ഇവിടെ പരിപാടികൾ സംഘടിപ്പിക്കാൻ ആരും തയ്യാറാകുന്നില്ല. നടപ്പാതയും റോഡും കയ്യേറി വേദിയും കസേരകളും നിരത്തി സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന യോഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തത് ഹൈക്കോടതിയെ ധരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പരാതിക്കാരൻ. TCV തൃശൂർ. ചാലക്കുടിയിൽ 178 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ 1, 2, 3 പ്രതികൾക്ക് 20 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് തൃശൂർ അഡീഷണൽ കോടതി ഉത്തരവ്. എറണാകുളം ചെറുപറമ്പിൽ വീട്ടിൽ സാദിഖ്, കുമ്പളം കൊല്ലംപറമ്പിൽ ഷനൂബ്, കുമ്പളം സ്വദേശി പട്ടത്തനം വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് തൃശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജ് KM രതീഷ് കുമാർ ശിക്ഷിച്ചത്. 2021 ജൂലൈ 1 ദേശീയപാത ചാലക്കുടി പോട്ടയിൽ വെച്ച് പോലീസ് കഞ്ചാവ് പിടികൂടിയത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KN സിനിമോൾ, അഡ്വക്കേറ്റ് ഗിരീഷ് മോഹൻ എന്നിവർ കോടതിയിൽ ഹാജരായി. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടകളായ മനക്കൊടി കാട്ടുതിണ്ടി വീട്ടിൽ ആകാശ് കൃഷ്ണ, കിരൺ കൃഷ്ണ, മണലൂർ പള്ളിയിൽ വീട്ടിൽ പ്രത്യുഷ് എന്നിവരെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. അന്തിക്കാട് സ്വദേശി തണ്ടിയക്കൽ വീട്ടിൽ നവീൻ കാപ്പ പ്രകാരം 6 മാസം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഓഫീസിൽ വന്ന് ഒപ്പുവയ്ക്കുന്നതിനും ഉത്തരവായി. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 36 പേരെ കാപ്പ പ്രകാരം ജയിലിൽ അടച്ചു. സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി തൃശൂരിലും വടക്കാഞ്ചേരി, ഗുരുവായൂർ ബ്രാഞ്ചുകളിലും പഠനോപകരണങ്ങളുടെ വിതരണം നടന്നു. തൃശൂർ അയ്യന്തോൾ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ ഡയറക്ടർ അഡ്വക്കേറ്റ് പാർവതി ആർ മേനോൻ, ജനറൽ മാനേജർ അജിത് കുമാർ, PRO ചിഞ്ചു സുധീഷ്, സെൻട്രൽ മാനേജർ മനിത സുജിത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 1000-ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നേത്ര സംരക്ഷണ രംഗത്ത് നൂതന ചികിത്സാ സംവിധാനങ്ങളോടെ മുന്നേറുകയാണ് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. ഗ്ലോക്കോമ, തിമിരം, ഓക്കിലോപ്ലാസ്റ്റി സർജറി, സർജിക്കൽ റെറ്റിന, കണ്ണട ഒഴിവാക്കാനുള്ള ലാസിക് കോണ്ടൂറ വിഷൻ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റും ഇവിടെ ലഭ്യമാണ്. മാവോയിസ്റ്റ് രൂപേഷ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിരാഹാര സമരം തുടരുന്നു. നോവൽ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് രൂപേഷ് ജയിലിൽ ഈ മാസം 22-ന് നിരാഹാര സമരം ആരംഭിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തൃശൂർ പാലസ് റോഡിനരികിലെ ഫുട്പാത്തിലെ കുഴി നികത്താത്തതിനെതിരെ പ്രതിഷേധം. ആം ആദ്മി പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ കുഴിയിലിറങ്ങി നിന്ന് പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം ഈ കുഴിയിൽ മധ്യവയസ്കൻ വീണിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,895 രൂപ, പവന് 71,160 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,708 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ദേശീയപാത മണ്ണുത്തിയിൽ വെള്ളക്കെട്ടിൽപ്പെട്ട 2 കാറുകൾ അപകടത്തിൽപ്പെട്ടു. വാടാനപ്പള്ളി മേഖലയിൽ കടലേറ്റം രൂക്ഷം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. തൃശൂരിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കൽ നടപടി തുടരുമെന്ന് കോർപ്പറേഷൻ. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി തുടരുമെന്ന് മേയർ MK വർഗീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ MPയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോക്സോ കേസിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് 37 വർഷം തടവും 5 ലക്ഷം പിഴയും ശിക്ഷ. ചാവക്കാട് അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കുമ്പളങ്ങാട് ബിജു വധക്കേസിൽ 8 BJP പ്രവർത്തകരെ തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായി കൃഷിവകുപ്പ് ജില്ലയിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ കോൾഡബിൾ പദ്ധതി വൻ പരാജയത്തിലേക്ക്. 2ാം പൂ നെൽകൃഷി ഉപേക്ഷിച്ച് പാടശേഖര സമിതികൾ. കടൽ മത്സ്യം കഴിച്ചാൽ മാരക രോഗങ്ങൾ വരുമെന്ന പ്രചരണം. ഉപജീവന മാർഗം വഴിമുട്ടി മത്സ്യമേഖല. നെല്ലായിയിൽ അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് മോഷണം. പണവും സ്വർണവും നഷ്ടപ്പെട്ടു. മോഷ്ടാക്കൾ CCTV ക്യാമറയും കേടുവരും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.